നമ്മളിനി അടുത്ത് അൺബാലൻസ്ഡ് പ്രോബ്ലമാണ് നോക്കുന്നത്. നമ്മൾ ബാലൻസ്ഡ് പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫോമിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയിരുന്നത്. സോ ഇഫ് യു റിമൂവ് കണ്ടീഷൻ 1 മീൻസ് ബാലൻസ്ഡ് പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ. ബാലൻസ്ഡ് പ്രോബ്ലം മീൻസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to m a I is equal to സിഗ്മ j ഈക്വൽ ടു 1 to n b j എന്നാണ്. ഇവിടെ നോട്ട് ഈക്വൽ ടു വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക അൺബാലൻസ്ഡ് കേസ് വരിക. സോ ഫസ്റ്റ് കണ്ടീഷൻ റിമൂവ് ചെയ്യുക പറഞ്ഞാൽ ബാലൻസ് അല്ലാത്ത കേസ് വരുമ്പോൾ നമ്മുടെ പ്രോബ്ലം 2 to 5 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2 to 5 നമുക്ക് എന്തായിട്ട് മാറും, ഇൻഫീസിബിളായിട്ട് മാറും. അപ്പോൾ അത് ഇക്വേഷൻ 2 മുതൽ ഇക്വേഷൻ 5 വരെയുള്ള എല്ലാ ഇക്വേഷൻസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ബാലൻസിങ് ആണോ അൺബാലൻസിങ് ആണോ എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസിയാണ് വരുന്നത്. സോ ഇൻ ഫിസിക്കൽ സെൻസ് ഇഫ് സിഗ്മ എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ ബി ജെ there would be surplus left at the source after all the demands are met, and if sigma ai is less than sigma bj there would be deficit at the sinks after all the sources have exhausted their capacities. സോ നമ്മൾ സിഗ്മ എ ഐ അപ്പോൾ നമുക്ക് ഈക്വൽ അല്ല എന്ന് പറഞ്ഞ കേസിൽ പിന്നെ നമുക്ക് ആകെ വരുന്ന പോസിബിലിറ്റീസ് ഒന്നുകിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. സോ സിഗ്മ എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ ബി ജെ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യും, നമ്മൾ നമ്മുടെ സോഴ്സാണ് കൂടുന്നത്. സോ നമ്മൾ സർപ്ലസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി സിഗ്മ എ ഐ എന്ന് പറഞ്ഞത് സിഗ്മ ബി ജിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും, സിങ്ക് ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ചെയ്യും. സോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ നമുക്ക് എന്ത് വരും, ഫീസിബിൾ സൊല്യൂഷൻ്റെ കേസിൽ നമുക്കൊരു ആ ഒരു പ്രോബ്ലത്തിൻ്റെ, അതായത് അൺബാലൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നതാണ് അടുത്ത പറഞ്ഞത്. സോ ലെറ്റ് us look at the problem of surplus at the sources in the following way. If the total available supply is more than the total demand, എപ്പോഴും നമ്മൾ ഇവിടെ പറയുന്നത് ടോട്ടൽ അവൈലബിൾ സപ്ലൈ എന്ന് പറഞ്ഞത് ടോട്ടൽ ഡിമാൻഡിനേക്കാളും കൂടുതൽ ആവുന്ന കേസ്. അതേപോലെ ദി ഡിമാൻഡ്സ് അറ്റ് ദി സിങ്സ് ക്യാൻ ബി ഫുള്ളി മെറ്റ് വിതൗട്ട് എക്സോസ്റ്റിംഗ് ദി സപ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡിമാൻഡിൻ്റെ കേസ് കൂടുക. സോ വി മേ വാണ്ട് ടു നോ ദി മിനിമം കോസ്റ്റ് ഓഫ് മീറ്റിംഗ് ദി ഡിമാൻഡ്സ് അറ്റ് ഓൾ ദി സിങ്സ്. ദി പ്രോബ്ലം ദെൻ മേ ബി, അതായത് അൺബാലൻസിങ് പ്രോബ്ലത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപമായിരിക്കും. ദാറ്റ് ഈസ് മിനിമൈസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to n ആൻഡ് സിഗ്മ ഐ ഈക്വൽ ടു 1 to m c I j x I j and subject to sigma j equal to 1 to n xij less than or equal to ai if I equal to 1 to etc m, and sigma I equal to 1 to m xij equal to bj, so j equal to 1 to etc n, and sigma I equal to 1 to m ai is greater than or equal to sigma j equal to 1 to n bj, so xij is greater than or equal to 0. അതായത് നമ്മളിവിടെ xijൻ്റെ എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് aiനെയും bjനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ അൺബാലൻസിൻ്റെ കേസ്. സോ ഇഫ് ഇക്വാലിറ്റി ഹോൾഡ്സ് ഇൻ ദി തേർഡ് കൺസ്ട്രെയിൻസിൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, തേർഡ് കൺസ്ട്രെയിൻ പറഞ്ഞാൽ ഇവിടെ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ടോട്ടൽ ഡിമാൻഡ് ക്യാൻ ബി ഫുള്ളി മെറ്റ് ഓൺലി വിത്ത് ദി ഓൾ ദി സപ്ലൈ. ടോട്ടൽ ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ സപ്ലൈയുടെ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് സോ എ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. സോ ദി പ്രോബ്ലം ദെൻ റെഡ്യൂസസ് ടു എ ബാലൻസ്ഡ് പ്രോബ്ലം ഓൾറെഡി സോൾവ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ, അതായത് ഇക്വാലിറ്റിയുടെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് എല്ലാ സപ്ലൈക്കും ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫീസിബിലിറ്റി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫീസിബിൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് ഹവർ ദി തേർഡ് കൺസ്ട്രെയിന്റ് ഈസ് ആൻ ഇൻഇക്വാലിറ്റി, ദി ഫോളോയിങ് ആർട്ടിഫിഷ്യൽസ് കൺവേർട്ട്സ് ഇറ്റ് ഇൻടു എ ബാലൻസ്ഡ് പ്രോബ്ലം. ഈ തേർഡ് കൺസ്ട്രെയിൻസ് നമുക്ക് കൺസ്ട്രെയിൻസ് തരുമ്പോൾ ആ തേർഡ് കൺസ്ട്രെയിൻസിൽ ഇക്വാലിറ്റിയാണ് വന്നതെങ്കിൽ, ഇൻഇക്വാലിറ്റിയാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബാലൻസ്ഡ് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ വി ക്രിയേറ്റ് എ ഫിക്റ്റീഷ്യസ് സിങ്ക്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡമ്മി വേരിയബിൾ ആയിട്ടുള്ള ഒരു സിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുറച്ചിട്ട് വരുന്നത്. സോ ജെ ഈക്വൽ ടു n+1 വിത്ത് ഡിമാൻഡ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടി ചേർത്തു, ഡിമാൻഡ് കൂടി ചേർത്തു. സോ ബി n+1 ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to m a I മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to n b j എന്ന് വരും. കാരണം നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതണം. If equality holds in the third constraint, the total demand can be fully met only with all the supply and so feasible solution exists. അതായത് നമ്മൾ ടോട്ടൽ ഡിമാൻഡും സപ്ലൈയും കൂടിയിട്ട് ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരിക. സോ ആൻഡ് സോ ഫീസിബിൾ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും, നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. സോ ദി പ്രോബ്ലം then reduces to a balanced problem ഓൾറെഡി ഡിസ്കസ്ഡ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം നമുക്ക് അൺബാലൻസ്ഡ് ആയിട്ട് തന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ബാലൻസ് ആക്കി മാറ്റുക. ഓക്കെ, അത് ബാലൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ചെയ്യാനറിയാമല്ലോ.
So we create a fictitious thing n plus 1 that's equal to sigma equal to 1 to m ai minus sigma j equal to 1 to n bj എന്ന് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സിങ്ക് ക്രിയേറ്റ് ചെയ്യണം ജെ ഈക്വൽ ടു എൻ പ്ലസ് 1 ആയിട്ട് സിങ്ക് ക്രിയേറ്റ് ചെയ്യണം വിത്ത് ഡിമാൻഡിൻ്റെ ഒപ്പം. സോ ബി എൻ പ്ലസ് 1 ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എം എ ഐ മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 ടു എൻ ബി ജെ എന്ന് വരും. നമ്മൾ 15th ഇക്വേഷൻ കൊടുത്തു. സോ ദി ന്യൂ പ്രോബ്ലം വിത്ത് എം സോഴ്സസ് ആൻഡ് എൻ പ്ലസ് 1 സിങ്സ് ഈസ് ബാലൻസ്ഡ്. നമുക്ക് എന്താ പറയുക, പുതിയ പ്രോബ്ലത്തിൽ നമുക്ക് എം സോഴ്സും എൻ പ്ലസ് 1 സിങ്സും ആണ് ഉണ്ടാവുക. എനി എമൗണ്ട് അത് എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. കാരണം എം സോഴ്സും എൻ പ്ലസ് 1 സിങ്കും ആണെങ്കിൽ അത് ബാലൻസ്ഡ് ആണ് വരിക. എനി എമൗണ്ട് ഗോയിങ് from a source to the fictitious sink is actually the surplus remaining at that source before this balanced problem can be solved. The cost coefficient Ci, n plus 1 from the ith source to the fictitious sink for all I equal to 1 to etc. m should be known. It is obviously the cost of surplus lying at the source I. Depending upon the physical nature of the problem, it may be 0 or some other number which should be estimated. The problem of surplus at the sources may be posed is another way also. The demand may be flexible with a prescribed minimum at each sink. The supply at each source is fixed and all of it must be transported. So the problem is then as follows. അതായത് നമ്മളിപ്പോൾ ഒരു എന്ത് ചെയ്തു, സിങ്ക് പുതിയത് ക്രിയേറ്റ് ചെയ്തു. അവിടെ നമുക്ക് പുതിയ പ്രോബ്ലത്തിൽ എം സോഴ്സും എൻ പ്ലസ് 1 സിങ്കും ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് ബാലൻസ്ഡ് ആണെന്ന് പറയാം. സോ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സർപ്ലസിൻ്റെ കേസും എടുക്കാം. സോ സർപ്ലസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ith സോഴ്സും ഫിക്റ്റീഷ്യസ് സിങ്ക്, നമ്മൾ പുതിയൊരു ഫിക്റ്റീഷ്യസ് സിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ആ സിങ്ക് യൂസ് ചെയ്തിട്ട് ബി എൻ പ്ലസ് 1 നമുക്ക് എം സോഴ്സ് ആൻഡ് എൻ പ്ലസ് 1 സിങ്സ് കിട്ടി. അത് ബാലൻസ്ഡ് ആണ് കിട്ടി. ഇനിയിപ്പോൾ അഥവാ അത് ബാലൻസ് ആയില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു സോഴ്സ് ഒരു സിങ്ക് ക്രിയേറ്റ് ചെയ്യാം ജെ ഈക്വൽ ടു എൻ പ്ലസ് 2. അങ്ങനെ ചെയ്ത് നമുക്ക് അവസാനം നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പ്രോബ്ലം ഒരു ബാലൻസ്ഡ് പ്രോബ്ലം ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ബാലൻസ്ഡ് പ്രോബ്ലം ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയും, സോൾവ് ചെയ്യാൻ അറിയും. ഓക്കെ, ദെൻ അങ്ങനെയാവുമ്പോൾ നമ്മളങ്ങനെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് മാറും, സപ്ലൈയും അതേപോലെ സോഴ്സും എന്താവും, ചേഞ്ച് വരും. കാരണം നമ്മൾ ഓരോ സപ്ലൈയാണ് നമുക്ക് കിട്ടും. സോ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ മിനിമൈസ് സിഗ്മ ഈക്വൽ ടു 1 to m ആൻഡ് സിഗ്മ ജെ ഈക്വൽ ടു 1 to n Ci j xi subject to sigma j equal to 1 to n xi j equal to ai, I equal to 1 to etc. m and sigma equal to 1 to m xi j less greater than or equal to bj and sigma equal to 1 to m ai less than or equal to sigma j equal to 1 to n bj. ഇവിടെ less than or equal to ആണ് and xi j greater than or equal to 0. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ്ഡ്, അതായത് അൺബാലൻസ്ഡ് പ്രോബ്ലത്തിന് നമ്മൾ ബാലൻസ്ഡ് പ്രോബ്ലം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്രോബ്ലമാണ് എന്ത് വരുന്നത്, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫോം. ടു സോൾവ് ഇറ്റ് ബി അഗെയിൻ ഇൻട്രൊഡ്യൂസ് എ ഫിക്റ്റീഷ്യസ് സിങ്ക്. നമ്മൾ ഒരു ഇതിനെ വേറൊരു പ്രോബ്ലം ആക്കിയിട്ട് മാറ്റി. ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസിൽ, ബാലൻസ്ഡ് അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസിൽ, അൺബാലൻസ്ഡ് കേസിൽ നമ്മൾ മാറ്റി. അപ്പോൾ കിട്ടുന്ന ഫോമാണ് ഇത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ വീണ്ടും അതേപോലെ നമ്മൾ ചെയ്തു. അതും ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Then bn plus 1 given by 15. But now the cost coefficient for the n plus 1th column in the array should be taken as Ci n plus 1 equal to Ci Ri, minimum of Ci1, Ci2, Ci3 etc. Cin, I equal to 1 to etc. m. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ഈ n പ്ലസ് 1ത്തിൻ്റെ കോളത്തിൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻസ് കാണുന്നേക്കാളും മുന്നേ നമ്മൾ ആ ഒരു കോളം, ആ ഒരു എറേ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തത്. അത് അറേഞ്ച് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അറേഞ്ച് ചെയ്തതല്ല, ആ കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് എങ്ങനെ വരിക വെച്ചാൽ Ci, n plus 1 equal to Ci, Ri. ആ Ci, Ri എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് Ci1, Ci2, Ci3, Cin etc. എന്നാണ് വരും. മിനിമം ഓഫ് Ci1, Ci2, Ci3 etc. Cin വരും. I equal to 1 to etc. m.
The idea is that with the minimum demands at all the sinks being met, the surplus at a source is transported to that sink for which the cost is minimum. So the optimal solution of the balanced problem with m sources and n+1 sinks provides the optimal solution of the original problem after the value in the I, n+1 cell is added to the value in the I, ri cell for all I equal to 1 to etc. m. ഇനി നിങ്ങൾ നോക്കാം. ഇനി അടുത്ത് പറയുന്നത് ദി പ്രോബ്ലം ഇൻ വിച്ച് ദി ടോട്ടൽ ഡിമാൻഡ്സ് എക്സീഡ്സ് ദി ടോട്ടൽ സപ്ലൈ. ടോട്ടൽ ഡിമാൻഡിനേക്കാളും ടോട്ടൽ സപ്ലൈ കൂടുതലാണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലത്തിൻ്റെ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എന്തായാലും പഠിച്ചു വയ്ക്കാം. മിനിമൈസ് സിഗ്മ ഈക്വൽ ടു 1 to m, സിഗ്മ ജെ ഈക്വൽ ടു 1 to n, Cij, Xij, subject to sigma j equal to 1 to n, Xij equal to I equal to 1 to etc. m, sigma equal to 1 to m, Xij less than or equal to Bj, j equal to 1 to etc. n, sigma equal to 1 to m, ai less than or equal to ai എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിമാൻഡാണ്. ഈ ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ സപ്ലൈനേക്കാളും കൂടുതലാവുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. കുറവാവുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ആൻഡ് Xij ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ആ ഒരു ഫോം നമ്മൾ പഠിച്ചു വയ്ക്കാം. Then the demand at each sink is not necessarily full met. The actual supply may fall short of the demand. അതായത് ഒരിക്കലും എന്ത് ചെയ്യില്ല, സിങ്കിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെ ഡിമാൻഡിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെ സപ്ലൈ വരണം നമുക്ക് നിർബന്ധം പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ടേജ് എന്തായാലും അതിൽ രണ്ടിലും ഉണ്ടായിരിക്കും. To solve this problem, a fictitious source I equal to m+1 is introduced with capacity. നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഴ്സ് ആഡ് ചെയ്യുക. സോ m+1 ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to n, bj മൈനസ് സിഗ്മ ഈക്വൽ ടു 1 to m, ai എന്നാവും വരിക. The cost coefficients in the m+1th row should be the cost of deficit at each sink. It again depends upon the physical nature of the problem to estimate how much losses suffered on account